ഹലോ. അപ്പം ഇന്ന് അതെ, ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക വേവിക്കാൻ 2025-ലെയോ? 2025-ലെയോ? ഓ, ഞാൻ നമ്മൾ ചക്കപ്പഴം തിന്നു, പക്ഷെ ചക്ക വേവിച്ചില്ലായിരുന്നു. ഓക്കെ. അപ്പം 2025-ലെ ഫസ്റ്റ് ചക്ക വേവിക്കലാണ്. ചക്കുപറിക്കൽ ത്രേസ്യ. ചക്കുപറിക്കൽ ത്രേസ്യയുടെ കഥ നിങ്ങൾക്കറിയാമോ? ഒരിടത്തൊരു കുഞ്ഞപ്പനുണ്ടായിരുന്നു. കുഞ്ഞപ്പന് ചക്കുപറിക്കൽ ത്രേസ്യനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ നാട്ടിൽ വന്ന ഒരു ഡിസാസ്റ്റർ അല്ലല്ലോ, ഒരു നാച്ചുറൽ കലാമിറ്റി കാരണം ചക്കുപറിക്കൽ ത്രേസ്യ വീട് മാറി. ലാസ്റ്റ് കുഞ്ഞപ്പൻ പെണ്ണ് കെട്ടിയില്ല. ലാസ്റ്റ് കുഞ്ഞപ്പൻ്റെ അടുത്തേക്ക് ചക്കുപറിക്കൽ ത്രേസ്യ എത്തി. അപ്പോഴേക്കും പുള്ളിക്കാരത്തി ഒരു കന്യാസ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് കുഞ്ഞപ്പനൊന്നും ചെയ്യാൻ പറ്റിയില്ല, നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ കഥ എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? നിങ്ങൾ ഓർത്തെടുക്കൂ. കമന്റ് ചെയ്യുക. അതെ, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ക്ലൂ ഒന്നും ഇല്ലാണ്ട് ആൾക്കാർക്കത് അറിയാം. എല്ലാവർക്കും അറിയോ? ശരി, എന്നാലേ അറിയാത്തവർക്ക് വേണ്ടി, അതെല്ലാം അറിയാത്തവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. സ്നേഹം നീനാദ ഭാവം പൂക്കൂനി ചേട്ടാ. അപ്പം അതാണ് നമ്മുടെ കഥ. അപ്പോൾ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് പ്രോസസ്സ്? ഇനി ഉള്ളിയും മുളകും എല്ലാം കൂടെ അരയ്ക്കാൻ പോവാണ്. തേങ്ങ, വെളുത്തുള്ളി, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ. ഇഞ്ചിയൊന്നുമില്ല, ഇഞ്ചിയിലെ തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളക്, ജീരകം എല്ലാം കൂടെ അരയ്ക്കാൻ പോവാണ്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇല്ല, ഒരു മിനിറ്റ്. അപ്പോൾ മമ്മി ഒരു കാര്യം എടുത്തു പറയാൻ പറഞ്ഞു. ഇതിനകത്ത് ചക്കയിൽ മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഓൾറെഡി വേവിച്ചത്. എന്നിട്ടാണ് ഞാൻ അതിനകത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാൻ പോണത്. അത്രയേ ഉള്ളൂ. ഒരുപാട് കഷ്ടപ്പെടാണ്ട് എങ്ങനെ ചക്ക വേവിക്കാം. വെറുതെ അരിഞ്ഞ് നേരം കളയാതിരിക്കൂ. ഫുള്ളായിട്ടിടൂ. അപ്പോൾ മുളക് വെയിലത്ത് വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിലത്തേക്ക് ഇറങ്ങി വരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ദൃശ്യം ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു അകലേന്ന് മമ്മിയെ നോക്കാറേ ഉള്ളൂ.
എന്തിനാണ് ഇങ്ങനെ ഉണക്കി വെക്കുന്നത്? ഉണക്കി പൊടിച്ച് മുളക് പൊടിയുടെ കൂടെ ചേർത്ത് കറിയിലിടാം. ഓക്കെ. നല്ല എരിവുള്ള മുളകാണോ? ഇത് എന്ത് മുളകാ? ഒത്തിരി അരിയില്ല, വെള്ളക്കാന്താരി. വെള്ളക്കാന്താരി. ഇടയ്ക്കൂടെ 1-2 ചോപ്പല്ലേ? മുളകൊന്നും. നെയ്യോ? അല്ല, ആ മുളകിൻ്റെ പേര് നെയ് മുളകോ? അല്ലേ ആൾക്കാരെ അൺസബ്സ്ക്രൈബ് ചെയ്യോ? ചെയ്യും. അതിന് സബ്സ്ക്രൈബ് ചെയ്താലേ അൺസബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ശരി. അതുകൊണ്ട് പപ്പ പേടിക്കണ്ട. എന്റെ ചെക്കനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി പപ്പേ. പോയിട്ട് വന്നിട്ടാണ് കഴിക്കണേ അതോ എല്ല് തന്നെയല്ലോ? എല്ല് കറി. എല്ലും ഇറച്ചിയുടെ കറിയൊക്കെയാണ്. എന്തിൻ്റെ എല്ലാണത്? ബീഫിൻ്റെ എല്ലാണത്. നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ പേര് വോട്ട് ലിസ്റ്റിലില്ല, പക്ഷേ മമ്മിയുടെ പേരുണ്ട്. അപ്പോൾ let's go. This is my foot. You might have seen this many times. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോപ്പാണ്. എത്ര ഇട്ടാലും ഭയങ്കര കംഫർട്ടാണ്. കുറച്ച് ഉഷ്ണമുണ്ട്, ചില സമയത്ത് ഉഷ്ണമായിരിക്കും, പക്ഷേ ഇറ്റ്സ് ഗുഡ്. എനിക്ക് നല്ല കംഫർട്ടാണ് ഈ ടോപ്പ്. I have paired it with skirt this time because I always wear jeans with this. So this time I thought I go with a skirt. Yeah. ഓക്കെ, അപ്പം നമ്മളിപ്പോഴാണ് ഓർത്തത് ഫോം ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ പോയ വഴി കുറച്ച് തിരിച്ചു വന്ന് നമ്മൾ ഫോം എടുത്ത് ഫോം ഫില്ല് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇനി വോട്ട് ചെയ്യാൻ പോവാം. അയാളൊന്നും കൊണ്ടുപോയായിരുന്നല്ലോ. അതിൽ അയാൾ ഫില്ല് ചെയ്തു, അതിലൂടെ അയച്ചു തന്നപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഇതോടൊപ്പം അത്രയേ ഉള്ളൂ.
എന്ത് തോന്നുന്നു? അഭിമാനം. ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ മറ്റേത് പറയാം. മോളുടെ ആ മണ്ടൻ ഡിസിഷൻ ഞാൻ ഒരു മാന്യനായി കൊണ്ട് വിളിച്ചിരുന്നുണ്ട്. മോളുടെ ആ മണ്ടൻ ഡിസിഷൻ ഞാൻ ഒരു മാന്യനായി കൊണ്ട് വിളിച്ചെന്ന് കേട്ടോ. അത് ഏത് സിനിമയിലത്തെ ഡയലോഗാന്ന് നിങ്ങൾ പറയൂ? കുഗ്രാമമേ കണ്ടോളൂ നിൻ. ഇന്നലെ വരെ അവൻ എനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു, ഇന്നത് കോമയായി. അവനൊരു എന്താ അവൻ അതിത് ഇന്നലെ വരെ അവൻ എനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു, ഇന്നത് കോമയായിരുന്നു. പിന്നെന്തായിരുന്നു, അവൻ കോമയിലായൊരു മാങ്ങയാണ് കോമാങ്ങ. മോളുടെ ആ മണ്ടൻ ഡിസിഷൻ ഞാൻ ഒരു മാന്യനായോണ്ട് വിളിച്ചിരുന്നു കേട്ടോ. കാലത്ത് ഒരു തരത്തിന്റെ പച്ച കളഞ്ഞു. ഞാൻ ആ വഴി നടക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? എടുക്കാലോ. കോഴിവാലൻ. ഇതിന്റെ ഈ പൂവിന്റെ ഇവിടെയാണ് വിത്തുണ്ടാവുക. ഇതിപ്പോ കുഞ്ഞു പൂവായോണ്ട് ഇതിനകത്ത് ഇല്ല, പക്ഷെ കുറച്ചുകൂടെ വലിയ പൂവാകുമ്പോൾ അതിൻ്റെ ഇവിടെ മൊത്തം വിത്തുണ്ടാവും. അത് വിത്ത് മീൻസ് ആ കറുത്ത ഇതുണ്ടാവും. അതെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ അവിടത്തൊക്കെ ചെടി വരും. ഈ ബ്ലാക്കിൽ ഈ ഗോൾഡൻ വരുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ? പോവാമേ പോവാം, പുള്ളി പോവാം. പോവല്ലേ? അപ്പൊ പാരയുടെ മുകളിലേക്ക് വീടാറ്. ഇതാണ് പാരയുടെ മുകളിലെ തേങ്ങ. അപ്പോൾ അതായത് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് മിൽക്ക് മെയ്ഡിലേക്ക് എല്ലാ ഫ്രൂട്ട്സും, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞിടുക, അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉഷ്ണിക്കണോ ഫാനിടത്തെ, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. അതിനുശേഷം ഇപ്പോൾ പഴം മാത്രമേ വീട്ടിലുള്ളെങ്കിൽ പഴം മാത്രം ഇടാം, നല്ല ടേസ്റ്റാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഇടുന്ന പഴമുണ്ട്, ഏത്തപ്പഴം, പിന്നെ ഒരു ആപ്പിളിൻ്റെ ഹാഫ്, പിന്നെ കിവി, അവക്കാഡോ ഉണ്ടോ? കഴിച്ചാ? അവക്കാഡോ ഇടണോ? വേണ്ട, മാങ്ങ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പം ഇതാണ് സ്ട്രോബെറി ഇപ്പോൾ ഇവിടെ ഇല്ല. കിവി, പഴം, ആപ്പിൾ, ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് we have added ice cream also. It's not necessary at all. ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് നമുക്ക് കൂളായിട്ട് കിട്ടുമല്ലോ, അപ്പോൾ ഇറ്റ്സ് മോർ ഗുഡ്. പേഷ്യൻസ് ഇല്ലെങ്കിൽ, അത്രയും ടൈം ഇരിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്താൽ മതി, മിൽക്ക് മെയ്ഡ് കിട്ടുമ്പോൾ, കണ്ടൻസ് മിൽക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഗുഡ്. എന്തെങ്കിലും ഒരു കാര്യം തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ബെറ്റർ റെഫ്രിജറേറ്റ്, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാം.
ഞങ്ങൾ തമ്മിൽ അടിപൊളിയുടെ പപ്പ പറഞ്ഞു ഒരു ക്ലാമ്പ് മേടിച്ചോണ്ട് വരാൻ. അപ്പോൾ അത് മേടിച്ചിട്ട് വരാം. ഫോൺ അപ്ഡേറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയോ? അങ്ങനെ ഫോൺ അപ്ഡേറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോ ആണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മധുരം ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ ചുമയുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് ഉണ്ടാക്കണം. ശരി.